പ്രിയപ്പെട്ടവരെ, ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വന്ദന, പ്രീതി എന്ന മലയാളികളായ രണ്ട് സിസ്റ്റേഴ്സിനെയും അവിടുത്തെ ഛത്തീസ്ഗഡിൽ തന്നെ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള 3 പെൺകുട്ടികളെ കൊണ്ടുവന്ന ആ ഗ്രൂപ്പിലെ ഒരു സഹോദരനെയും ആ പ്രദേശത്തുകാരനെയും 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് അവരെ പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഈ വിവരം ഇന്നലെ ശനിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേര് ഫോൺ വിളിച്ചു. എൻ്റെ സെക്രട്ടറി അച്ഛനെ, പിന്നെ പബ്ലിക് റിലേഷൻസിന്, സീറോ മലബാർ മീഡിയ, KCBC മീഡിയ ഒക്കെ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ, നിങ്ങൾ നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇപ്പോൾ CBCA പ്രസിഡൻ്റ് എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ വേദനയുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ്, അവർക്ക് കേരളത്തിൽ ഭവനങ്ങളുണ്ട്, മലയാളികളാണ് സിസ്റ്റേഴ്സ്. അപ്പോൾ അവർക്ക് ആഗ്രയിൽ ഒരു ആശുപത്രിയുണ്ട്. ഈ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് ഏതാനും പേരെ ആവശ്യമുണ്ട് ജോലിക്കായിട്ട്. അതിനായി ഛത്തീസ്ഗഡിലത്തെ പലരോടും പറയുകയും ജോലിക്ക് കുട്ടികൾ കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുകയും, അങ്ങനെ 3 പെൺകുട്ടികൾ, അവർ മേജറാണ്, 18 വയസ്സ് കഴിഞ്ഞവരാണ്. അവർ 3 പേരും ക്രിസ്ത്യൻസാണ്. അവരുടെ കുടുംബങ്ങൾ നേരത്തെ തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത് CNI, ക്രിസ്ത്യൻസ് ഓഫ് നോർത്ത് ഇന്ത്യ, അവരുടെ അങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളെ ഇറങ്ങി കൂട്ടത്തിൽ അവരെ സഹായിക്കുന്ന അവരുടെ ഒരു സഹോദരൻ അദ്ദേഹം ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ വരാനെന്ന് അറിഞ്ഞപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആഗ്രയിൽ നിന്ന് ഈ സിസ്റ്റേഴ്സ്, വന്ദന, പ്രീതി എന്ന ASMI ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് ഇവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അധികം താമസിയാതെ കുട്ടികൾ കാണുന്നതിന് മുമ്പ് തന്നെ ബജ്രംഗ് ദളിൻ്റെ കുറേ പ്രവർത്തകർ വന്ന് ഇവരെ ആക്രമിക്കുകയും, അതൊക്കെ ചിലരൊക്കെ മീഡിയയിൽ കണ്ടതാണ്, എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ച് ഉടനെ പോലീസ് ആ നേരത്ത് വന്നല്ലേ, ഈ ബജറംഗ് പ്രവർത്തകരാണ് വന്നത്. മിക്കവാറും അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും, അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും ബജറംഗ് പ്രവർത്തകരോട് പറയുകയും അവർ കൂട്ടമായിട്ട് ഇവിടെ വന്ന് ഇവരെ ആക്രമിക്കുകയും അവരെ പോലീസിനെ വിളിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് ആദ്യത്തിൽ FIR ഇട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ കുറ്റം ചുമത്തി ഇവർ രണ്ട് സിസ്റ്റേഴ്സിനെയും ഈ ഒരു പുരുഷനെയും അവിടെ ജയിലിലാക്കി. മറ്റു 2 പേരെ സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഹൗസിലാക്കി. പിന്നീട് മനസ്സിലാക്കുന്നു, പ്രത്യേകിച്ചും രണ്ടാമതൊരു FIR കൂടി വന്നു. അത് ആൻറ്റി കൺവേർഷൻ ബിൽ, റിലീജിയസ് ആക്ടിൻ്റെ പേരിൽ ആൻറ്റി കൺവേർഷൻ ബില്ലിൽ പേര് കൂടിയാണ് FIRൽ. ഇതിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ഒരു ഭരണഘടന, മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ ഈ പ്രവർത്തിച്ചത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ഇപ്പോൾ CBCIയുടെ പേരിൽ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും ഹോം മിനിസ്റ്ററുടെ ഓഫീസിലും, പിന്നെ നമ്മുടെ നമ്മുടെ മുൻ മന്ത്രിമാരായിരുന്നവർ, ഇപ്പോഴത്തെ മന്ത്രി, MP, കേരളത്തിലുള്ള MPമാരോടൊക്കെ പറഞ്ഞ് നിങ്ങളിതിൽ ഇടപെടണം. ഒന്ന്, ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. 2, ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ തന്നെ ഇവിടെ SC ST, ഇവിടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യനായി കഴിഞ്ഞാൽ അതിനാൽ തന്നെ അവരുടെ ട്രൈബൽ ST ആനുകൂല്യങ്ങൾ, SC ആനുകൂല്യം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാനിപ്പോൾ ക്രിസ്മസിന് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു. ക്രിസ്മസ് ആഘോഷത്തിന് പ്രൈം മിനിസ്റ്റർ മോദിജി ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കാണാൻ തന്നെ പ്രൈം മിനിസ്റ്റർ കാണാനുണ്ട്. ഈ അവസരത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞത്, ഈ ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വിദേശ മതമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത്. 2000 കൊല്ലത്തെ പഴക്കമുള്ള ഇന്ത്യയുടെ തന്നെ മതമാണ്. മറ്റു പല ക്രൈസ്തവ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ആനുപാതികമായി
രാഷ്ട്ര നിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ്. അത് വിദ്യാഭ്യാസ കാര്യത്തിൽ, ആതുര ശുശ്രൂഷ കാര്യത്തിൽ, സാമൂഹിക ഉത്കർഷത്തിന്, സോഷ്യൽ അപ്ലിഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഈ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഇത്രമാത്രം പാവപ്പെട്ടവർക്ക് വേണ്ടി ശുശ്രൂഷിച്ചു. പണ്ട് നേരത്തെ കുഷ്ഠരോഗികളുണ്ടായിരുന്നു, അവരൊക്കെ ശുശ്രൂഷിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ സിസ്റ്ററായി കണ്ടു. ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇത് ആൻറ്റി കൺവേർഷൻ ബില്ല് ആരംഭിച്ച് അവർ ജയിലിൽ അടയ്ക്കുക. ഇത് ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുന്നില്ല, പക്ഷേ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഇത് നേരത്തെ ജബൽപൂരിൽ ഇതുപോലെ തന്നെ ഒരു അച്ഛനെ ആക്രമിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നമുക്ക് സഹായം തേടാനുള്ളത് നമ്മുടെ ഗവൺമെൻറ് നടത്തുന്നവർ തന്നെയാണ്. അപ്പോഴും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ആളുകൾ തന്നെ വിളിച്ച് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അതിൽ നിന്ന് അച്ഛനെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഒരു മഠം അവർ തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞിരുന്നു ജബൽപൂർ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് രാവിലെ റായ്പൂരിലെ ആർച്ച് ബിഷപ്പ് എന്നെ വിളിച്ചിരുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല നമ്മൾ പറയണേ, ഭാരതം ആര് ഭരിച്ചാലും അവര് മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള നാടാണ്, അത് സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ഇപ്പോൾ ന്യായീകരണമുണ്ട്, ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ, എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അതില്ലാതാക്കാൻ എല്ലാവരും ബന്ധപ്പെടണം. അത് മണിപ്പൂരിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ അമിത്ഷായോടും പ്രൈം മിനിസ്റ്ററോടും നേരിട്ട് പറഞ്ഞു, ഇവിടെ മതത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഒരു ജാതിയുടെ പേരിൽ, എസ്-സിയുടെ പേരിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു, നേരത്തെ ചിലപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലത്തെ എം പിമാരൊക്കെ, അല്ലെങ്കിൽ ക്രൈസ്തവ എം പിമാരൊക്കെ ഒന്നിച്ചുകൂടി ഇന്ന് പാർലമെൻറ്റിൽ ആ വിഷയം അവതരിപ്പിച്ചു. അവർ ഈ വിഷയം അവതരിപ്പിച്ചതിന് നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ പലരും, ഇൻക്ലൂഡിങ് BJP എം പിയോട് അടക്കം സംസാരിച്ചു. അവരോടൊക്കെ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല. പക്ഷേ 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതത്തിന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണഘടന സംരക്ഷിക്കപ്പെടാനും എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിൻ്റെ ഭരണഘടനയും ഭാരതത്തിൻ്റെ കൂട്ടായ്മയും മതസ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി ക്രൈസ്തവർക്കും ഭാരതത്തിൽ ജീവിക്കാൻ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ. ഇപ്പോൾ സിസ്റ്റേഴ്സിന് ഇപ്പോൾ ചിലർ പറഞ്ഞത് സിസ്റ്റേഴ്സ് വേഷം മാറുന്ന സിസ്റ്റർമാർ, മദർ തെരേസയെ പോലെ സിസ്റ്റർമാർ കാരുണ്യ പ്രവർത്തികളുടെ പ്രതീകങ്ങളാണ്. അതൊക്കെ മാറണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മതസ്വാതന്ത്ര്യത്തിനുള്ള എതിരായ പ്രവർത്തനമാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ്, ഇത് ഞങ്ങൾക്ക് വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സിനെ എത്രയും വേഗം ഇതിൽ നിന്ന് മോചിപ്പിക്കുകയും, പിന്നെ ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ പ്രൈം മിനിസ്റ്ററോടും എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നത് തന്നെയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതറിയൽ പിതാവ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളികളാണ് 2 സിസ്റ്റേഴ്സ്, ഒരാൾ കണ്ണൂരിന്ന്, ഒരാൾ എളവൂർ, അലങ്കമാലിലെ എളവൂരിന്ന്. അപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വേദന ഇപ്പോൾ യെസ് ഇവിടെ കേരളത്തിൽ ക്രൈസ്തവ പ്രീണനവും കേരളത്തിന് പുറത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലും ക്രൈസ്തവർ പല ശക്തികളിൽ നിന്ന് ഞങ്ങൾക്കും ഇതുണ്ട്. 80-20 പിന്നെ ഞങ്ങളിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ സെൻറ്ററിൽ നിൽക്കുമ്പോൾ, സെൻറ്ററിൽ പല സ്ഥലങ്ങളിൽ, ഛത്തീസ്ഗഡിൽ, MP-യിൽ, UP-യിൽ ചിലയിടത്തൊക്കെ ഉണ്ട്. മണിപ്പൂരും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പലതും ക്രൈസ്തവർ തന്നെയാണ്. പക്ഷെ അത് വേറെ തരത്തിലുള്ള മാനങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന പാർട്ടി എന്നില്ല. ഞങ്ങളിപ്പോൾ പിതാക്കന്മാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലല്ല. ഇപ്പോൾ അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച മുൻ മന്ത്രി, ഇതിൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച മുൻ മന്ത്രി ഇപ്പോഴും ഇടപെട്ടിട്ടുണ്ട്, നേരത്തെ ഇടപെട്ടിട്ടുണ്ട്. അവരോട് നന്ദിയുണ്ട്. അതേ സമയത്ത് ഈ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ബജർദംഗ് പോലെയുള്ള ഇങ്ങനെയുള്ള ഫ്രഞ്ച് ഗ്രൂപ്പ് എന്ന് പറയില്ല, അങ്ങനെ അവരെ നിയന്ത്രിക്കാതിരിക്കുന്നതും ശരിയല്ല. ഇത്രയും ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ കിട്ടിയ ചാൻസിൽ
ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് കിട്ടിയ ചാൻസിൽ അതിന് മുമ്പ് ജൂലൈയിൽ പ്രൈം മിനിസ്റ്ററോട് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. പ്രൈം മിനിസ്റ്റർ മോദിജിയെ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയെ എല്ലാ ദിവസവും എല്ലാവർക്കും കാണാൻ പറ്റും. നിങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്, അമിത്ഷാജിയുടെ ഓഫീസിൽ CBC എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരിട്ട് എല്ലായിടത്തും എപ്പോഴും പറ്റുന്ന പ്രായോഗികമെല്ലാം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ശൈലിക്ക് ഞാൻ പ്രതികരിക്കേണ്ടവനല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് കേരളത്തിലുള്ളവരോട് പറയുക, സെൻട്രലിലുള്ളവർ പറയുക, ഭരിക്കുന്ന സർക്കാരുകളോട് പറയുക, എല്ലാ MLA-മാരോടും MP-മാരോട് പറയുക. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്, കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭരണഘടനയും മതസ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നത് എല്ലാവരോടും പറയുന്നുണ്ട്. BJP-യോട് മാത്രമല്ല, കോൺഗ്രസിനോട് മാത്രമല്ല, എല്ലാവരോടും പറയുന്നുണ്ട്. അത് എനിക്ക് ഇരട്ടത്താപ്പ് അങ്ങനെയൊന്നും ഒരു വ്യാഖ്യാനം എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഭാരതത്തിൻ്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, മതസ്വാതന്ത്ര്യം കാത്തുപരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനോട് തന്നെ പറയും ഇത് ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇതൊരു ഫ്രിഞ്ച് ഗ്രൂപ്പ്, ബജറംഗൾ പോലെ, ഹിന്ദു ഐക്യവേദി, അങ്ങനെയുള്ള ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ എല്ലാ വിഭാഗത്തിലും മതത്തിലൊക്കെ ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിക്കുക. അങ്ങനെയുള്ള എല്ലാ ആക്രമണങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നു. ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ ജബൽപൂരുണ്ടായി, അതും ഇങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണ് ചെയ്തത്. ഇപ്പോൾ ദുർഗ് എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലുണ്ടായി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ ഈ ഉണ്ടായ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഞങ്ങൾ മോദിജിയെ ക്രിസ്മസ് സെലിബ്രേഷന് ക്ഷണിച്ചു, അദ്ദേഹം വന്നു. ഒരു പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല, നേരിട്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ പോയി ചോദിച്ചു. കേരളത്തിൽ അമിത്ഷാ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ക്രിസ്ത്യൻസിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഒരു അവസരം തരണം. അതേ അവസരം തന്നു, ഞാൻ കണ്ടു, പറഞ്ഞു. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് പോകാൻ ചോദിച്ചു, ചാൻസ് കിട്ടി, പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള വർഗീയ പാർട്ടികളുടെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നേരിട്ട് പ്രൈം മിനിസ്റ്റർ, അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോട്, ഭരിക്കുന്ന വ്യക്തികളോടാണ് അഭ്യർത്ഥിക്കുന്നത്, ഭാരതത്തിൻ്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കണം. ഇപ്പോൾ ഇത് പറഞ്ഞു കേട്ടു, ഏറ്റവും അവസാനം ഇന്ന് രാവിലെ അത് പറഞ്ഞു കേട്ടു, ഈ ആൻറ്റി കൺവേർഷൻ ബിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട്, അതിൻ്റെ പേരിൽ ഇവരെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാത്രമായിരുന്നു, ആൻറ്റി കൺവേർഷൻ ബില്ലിൻ്റെ പേരിലാണ് ആക്രമിച്ചതെങ്കിൽ ഇനി ബെയിൽ കിട്ടൽ എളുപ്പമല്ല. അതും ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തിന് ഭരണഘടനയ്ക്ക് എതിരാണ്. ഇങ്ങനെയുള്ളൊരു ബില്ലുണ്ടാക്കി ഭാരതത്തിൻ്റെ ഭരണഘടന ഇത്രയും വ്യക്തമായിരിക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബില്ല് വന്നു, ആ ബില്ല് കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനെതിരെ ഭാരത മനസാക്ഷി ഉണർത്താൻ നിങ്ങളും കൂടി പരിശ്രമിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ വിവേചനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികം നടത്തുന്നത് കാര്യം, മറ്റ് NSS ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അപ്പോയിൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ എത്ര നാളായി. പിന്നെ ഇവിടെ തന്നെയാണ് മൈനോറിറ്റിയിൽ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, 80:20 അത് നടപ്പാക്കണമെന്ന് പറഞ്ഞ് ഇതിനെതിരെ പോയിരിക്കുന്നു. അപ്പോൾ വിവേചനങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരാൾ മാത്രമല്ല, എല്ലാവർക്കെതിരെയും അധികാരം ആര് ഭരിക്കുന്നു അവരോട് നമ്മുടെ വേദനകൾ പറയും. ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ്. അതുകൊണ്ട് അതിനെ ജനറലൈസ്, ഇന്നതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നതാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നോ, മണിപ്പൂരിൽ നടക്കുന്നതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടക്കുന്നത്, UP നടക്കുന്നതെന്നോ, അതാണ് കർണാടക നടത്തുന്നതെന്നൊന്നും പറയില്ല. എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. കേരളത്തിലെ ഇത്രമാത്രം ശക്തമായൊരു സമുദായമാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ശക്തമായി പറയാൻ സാധിക്കും. ഇവിടെ കുറച്ചുകൂടിയും മെജോറിറ്റിയാണ്, മറ്റു സ്ഥലങ്ങൾ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്, അവിടെ പറയാൻ ആളില്ല. അതുകൊണ്ട് കേരളത്തിലുള്ളവരൊക്കെ നോർത്തിലുള്ളവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും.
എല്ലായിടത്തും അതിൻ്റെ നന്മയുണ്ട്, തിന്മയുണ്ട്, സുരക്ഷിതത്വ കുറവുണ്ട്, സുരക്ഷിതത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ കേസുകൾ അതിപ്പോൾ ജനറലായി ഈ നിങ്ങളുടെ ചോദ്യത്തിന് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല, പറയുന്നത് ശരിയല്ല. സുരേഷ് ഗോപിയെ വിളിച്ചു, ജോർജ് കുര്യനെ അവർക്ക് മെസ്സേജ് ഇട്ടു, പിന്നെ മുൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു, പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും അമിത്ഷായുടെ ഓഫീസിലും ഒക്കെ പറഞ്ഞു. എങ്കിലും ഭയമുണ്ട്. ഇപ്പോൾ അവസാനം കേട്ടത് ആൻറ്റി കൺവേർഷൻ ബില്ലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പേരിലാണ് അറസ്റ്റെങ്കിൽ കോടതിക്ക് പോലും ബെയിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ ഏറെ എന്നുള്ളത് ഈ സിസ്റ്റേഴ്സ് ആഗ്രയിൽ നിന്ന് അവിടെ ചെന്നത് ഈ കുട്ടികൾ അവർ പറഞ്ഞു ഇതിന് കുട്ടികളുണ്ട്. ഈ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ക്രിസ്ത്യൻസാണ്, കാത്തലിക്സ് അല്ല, ക്രിസ്ത്യൻസാണ്. അവർ മേജറാണ്. അവരുടെ മാതാപിതാക്കളുടെ അംഗീകാരത്തോടു കൂടി വന്നതാണ്. ബജറംഗ് ദൾ അവിടെ വന്ന് അവരെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇവർ പറയുന്ന പോലെ മൊഴി കൊടുക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അത് ഏത് തീവ്രവാദ ഗ്രൂപ്പ് ആക്രമിച്ചാലും അത് തെറ്റാണ്. ഇവിടെയാണ് ഭരിക്കുന്ന സർക്കാരോട് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ഇങ്ങനെയുള്ള കേസുകൾ, അതായത് ഇങ്ങനെ സിസ്റ്റർമാർക്ക് അവരുടെ വേഷമിട്ട് നടന്ന് ശുശ്രൂഷ ചെയ്യാൻ വളരെയേറെ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. ഇനി അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ, ഞാനത് BJP അല്ല, BJPന് പറയുന്നില്ല, അവർ സഹായിച്ചിട്ടുണ്ട്, അവരെ പറയുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരെ വേണ്ട തരത്തിൽ നിയന്ത്രിക്കാൻ ഭരിക്കുന്ന സർക്കാർ ശ്രമിക്കണം. അത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇതാ നിങ്ങൾ വന്നതിന് നന്ദി. ഭാരതത്തിൻ്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കാനും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന അതിനെതിരെ പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടാകാനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. മാധ്യമങ്ങളുടെ സഹകരണം വന്നതിന് പ്രത്യേകം നന്ദി. ഇപ്പോൾ അച്ഛൻ്റെ ഒരു വാക്കോടുകൂടി അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഫാദർ ടോം ഓലിക്കരോട്ട്, സീറോ മലബാർ സഭയുടെ PRO ആണ്. അഭിവന്ധ്യ ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെ ക്ഷണമനുസരിച്ച് നിങ്ങളിവിടെ എത്തിയതിനും ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം നിങ്ങൾ വളരെ താല്പര്യപൂർവ്വം റെക്കോർഡ് ചെയ്തതിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. CBCI പ്രസിഡന്റ് താഴത്തെ പിതാവിൻ്റെയും സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിൻ്റെയും AKCCയുടെ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പൻ്റെയും പേരിലുള്ള നന്ദി നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചഭക്ഷണം തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണല്ലോ. അതുകൊണ്ട് അടുത്ത ഒരു അവസരത്തിൽ നിങ്ങളെ ഹൃദ്യമായിട്ട് സ്വീകരിക്കാമെന്നുള്ള ഒരു വാഗ്ദാനവും നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു.